ഹായ് മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ് ഹിന്ദിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കിഡ്ക്കി എന്ന് പറയുന്ന ലഘുകഥയുടെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ പാഠം ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോറി മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് വരിക, ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിലേക്ക് വരിക. അപ്പോൾ കഥ മനസ്സിലാവാണ്ട് നമ്മൾ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കഥ എല്ലാവരും ഒന്ന് കാണുക, അതായത് ആ ഒരു വീഡിയോ കണ്ട ശേഷം ഈ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കഥയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതായത് ഹോഷിയാർപൂരിൽ നിന്ന് നമ്മുടെ എഴുത്തുകാരനും ഫാമിലിക്കും ഒരു വിവാഹക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് അങ്ങോട്ട് AC കോച്ചിലാണ് അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നത്, യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഏതിലാണ് പോകുന്നത്, ജനറൽ കോച്ചിനാണ് പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. AC के बजाय जनरल कोच से सफ़र का आनंद लेना, इसका मतलब क्या हो सकता है? അതായത് AC के बजाय, AC അല്ലാതെ ജനറൽ കോച്ചിൽ ട്രാവൽ ചെയ്യാൻ, ഓക്കെ, ട്രാവൽ ചെയ്യാനുള്ള ഹാപ്പിനെസ്, ആനന്ദ് ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാനുള്ള ഹാപ്പിനെസ്. ഇസ്കാ മത്ലബ് ക്യാ ഹോ സക്താ ഹെ, ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? ഓക്കെ, അപ്പം നമുക്ക് ആൻസർ നോക്കാം. ജോ ലോഗ് AC കോച്ച് മേ യാത്ര കർത്തെ ഹെ വോ ലോഗ് അമീർ ഹോങ്കെ. സാധാരണയായിട്ട് AC കോച്ചിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ എന്തായിരിക്കും, സൊസൈറ്റിയിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഓർ ഏക് ദൂസറോ സെ ബിനാ ബാത്ചീത് കർത്തെ ഹുവേ യാത്ര കർത്തെ ഹെ. സാധാരണയായിട്ട് AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ലാതെ സൈലൻറ്റ് യാത്രകളാണ് ഉണ്ടാവാറ്. സാധാരണയായിട്ട് അവരെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, സൈലൻറ്റ് യാത്രകളാണ്. ഓക്കെ, ഓർ ऐसी യാത്ര മേ തോ കുച്ച് യാദ്ഗാർ നെഹി ഹോത്തെ. അതായത് ഇത്തരം യാത്രകൾ പൊതുവെ എന്താണ്, ഓർമ്മിക്കാൻ ഒരുപാട് വസ്തുതകളൊന്നും തരാറില്ല. ജസ്റ്റ് ട്രാവൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് AC കോച്ചാണ്. സാധാരണയായിട്ട് എന്താണ്, അതിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിക്കാനൊന്നും ഉണ്ടാവില്ല, ട്രാവൽ ചെയ്യുക മാത്രം. ഓക്കെ, ലേക്കിൻ ജബ് ജനറൽ കോച്ച് മേ യാത്ര കർത്തെ ഹെ, പക്ഷേ ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കൈ ആം ലോഗോ സെ മിൽനെ കാ ഓർ ബാത്ചീത് കർനെ കാ ഓർ ദോസ്തി ബനാനെ കാ മൗക്ക മിൽത്ത ഹെ. അതായത് ഇപ്പോൾ ജനറൽ കോച്ചിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ സാധാരണ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും അവരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇതാണ് കവി എന്ത് ചെയ്തത്, ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ആ സ്ത്രീ, അതായത് ഷാളുകളൊക്കെ വിൽക്കാനായിട്ട് ട്രെയിനിൽ കയറിയ സ്ത്രീയോട് ഭാര്യ വില പേശുകയാണ്. അപ്പോൾ 250 രൂപയാണ് എന്ന് ആ സ്ത്രീ പറയുമ്പോൾ ഭാര്യ പറയാണ് 100 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന്. ഓക്കെ, ആ സാഹചര്യത്തിലുള്ളതാണ്. അതായത് എന്താണ്, ആ 100 രൂപ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്ന് പറയുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഓക്കെ, യുവതി കാ ഗലാ റൂത് ജാനെ കാ കാരൺ ക്യാ ഹോ സക്താ ഹെ. അതായത് യുവതിയുടെ ശബ്ദം ഇടറാനുള്ള കാരണം എന്തായിരിക്കാം? ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ജബ് 2800 കോ ബേച്ച്നെ വാലി മാൽക്കോ, അതായത് എന്താണ്, 2800 250 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആ വസ്തുവിനെ ഏക് ബാത് മേ 100 രൂപയേക്കോ ദേനെ കെ ലിയെ കഹത്ത സുൻകർ, അതായത് ഒറ്റ വാക്കിൽ, അതായത് പെട്ടെന്ന് തന്നെ 100 രൂപയ്ക്ക് ആണെങ്കിൽ മേടിക്കാമെന്ന് പറയുന്നത് കേട്ടപ്പോൾ യുവതിക്ക് മൻമേ ബഹുത് ദുഃഖ് ഹുവാ ഹോഗ, യുവതിയുടെ മനസ്സിൽ എന്തുണ്ടായിട്ടുണ്ടാകും, വല്ലാത്തൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, ഓർ ഇസി വജഹ്സെ ഉസ്കി ഗല റൂത് ഗയാ ഹോഗ, അതായത് എന്താണ്, അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടായിരിക്കാം എന്തെന്ന് പറയുന്നത്, ആ സ്ത്രീയുടെ ശബ്ദം എന്തായിട്ടുണ്ടാവുക, ഇടറിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, അപ്പോൾ 100 രൂപയ്ക്കാണെങ്കിൽ വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു എനിക്കും ഇല്ല, 150 രൂപയ്ക്കാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്, 150 രൂപ മതി എന്നുള്ളത് ആ സ്ത്രീ സമ്മതിക്കുകയും ആ പൈസയ്ക്ക് അവർ 5 ഷാൾ സെലക്ട് ചെയ്യുകയും ചെയ്തു, എടുക്കുകയും ചെയ്തു. എടുത്ത ശേഷം ആ വൈഫിൻ്റെ ചിന്താഗതിയാണ് പറയുന്നത്, ഓ ഏക് ബാർ മേ 150 മേ മാൻ ഗയി, അതായത് ഒറ്റ വാക്കിൽ തന്നെ അവൾ 150ന് എന്ത് ചെയ്തു, 150 രൂപയ്ക്ക് സമ്മതിച്ചു. ഗൽത്തിക്ക് തോടാ തോൽമോൽ ഓർ കർണ ചാഹിയത്ത, കുറച്ചുകൂടി എന്ത് ചെയ്യണമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടതായിരുന്നു. ഇസ് കഥൻ സെ ലോഗോं के किस മനോഭാവ का പരിചയ മിൽത്ത ഹെ, അതായത് ഈ വാക്കിൽ നിന്ന് നമ്മൾക്ക് മനുഷ്യരുടെ ഏത് മനോഭാവമാണ് മനസ്സിലാവുന്നത്. യഹാ ഇൻസാൻ കി അധിക ലാഭ പാനെ കി പ്രവൃത്തി സ്പഷ്ട ഹോത്തെ ഹെ, അതായത് സാധാരണ മനുഷ്യന്മാർക്ക് അധികമായിട്ടുള്ള ലാഭം ലഭിക്കാനുള്ള ആ ഒരു മനോഭാവമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹർ കിസി കോ കേവൽ അപ്നെ ലാഭ് കി ചിന്ത ഹെ, ഭലെ
ദൂസറോं കാ നുക്സാൻ ഹോ. അതായത് സാധാരണയായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും എങ്ങനെയാണ്, സ്വന്തം ലാഭത്തെപ്പറ്റി മാത്രമാണ് ചിന്ത. മറ്റുള്ളവർക്ക് നഷ്ടമായാലും അവനവൻ്റെ ലാഭം അവനവൻ നോക്കുക. ആ ചിന്താഗതിയാണ് നമ്മൾക്ക് ഈ ഒരു സ്ത്രീയുടെ ചിന്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയ ശേഷം ആ സ്ത്രീ പോയി. അത് കഴിഞ്ഞിട്ട് ജനലിലൂടെ, അതായത് ട്രെയിനിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കവിക്ക് ഓർമ്മ വരുന്നത് ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന സ്വന്തം പിതാവിനെയാണ്. ഓക്കെ, അപ്പോൾ ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്ന, അതായത് സാധനങ്ങൾ വാങ്ങിയപ്പോഴും ലാഭമില്ലാതെ സാധനങ്ങൾ വിൽക്കേണ്ടി വന്ന ഒരു വിഷമം ആ സ്ത്രീയുടെ മുഖത്ത് അയാൾ കണ്ടിരുന്നു. ആ ഭാവം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുഖത്തും അദ്ദേഹം പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്തുള്ള, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഉൻകി ആँखों में भी वही नमी थी जो आज उस युवती की आँखों में थी. അതായത് പിതാവിൻ്റെ കണ്ണിലും അതേ വിഷമം, ഓക്കെ, അതേ വിഷമം ഉണ്ടായിരുന്നു ഇന്ന് ആ സ്ത്രീയുടെ കണ്ണിൽ കണ്ടത്. ഓക്കെ, ലേഖക് കെ പിതാജി ഓർ ഉസ് യുവതി മേ കോൺ സി സമാനത ഹോ സക്തി ഹെ. അതായത് ലേഖകൻ്റെ, എഴുത്തുകാരൻ്റെ പിതാവും ആ സ്ത്രീയും തമ്മിൽ എന്താണ് സമാനതയുള്ളത്. ഓക്കെ, യഹാ യുവതി കി തരഹ ലേഖക് കെ പിതാ ഭി റെയിൽഗാഡി മേ സാമാൻ ബേച്ച്നെ കാ കാം കർത്തെ ഥേ. അതായത് ഇവിടെ ട്രെയിനിൽ കണ്ട ആ സ്ത്രീയെ പോലെ നമ്മുടെ എഴുത്തുകാരൻ്റെ പിതാവും ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. ഓക്കെ, ലേഖക് ने भी अपने पिता के चेहरे पर वही निराशा देखा था जो उस युवती के चेहरे में था. അതായത് നമ്മുടെ ലേഖകൻ സ്വന്തം പിതാവിൻ്റെ മുഖത്തും അതേ വിഷമം അല്ലെങ്കിൽ അതേ ഭാവം കണ്ടിരുന്നു. ഇന്ന് ആ സ്ത്രീയുടെ മുഖത്ത് കണ്ടത്. ഓക്കെ, ജബ് ബിനാ ലാഭ് കമായെ മാൽ ബേച്ച്നെ വക്ത് ഹോത്ത ഥ. അതായത് പിന്നെ ലാഭങ്ങളൊന്നുമില്ലാതെ സാധനങ്ങൾ വിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അവരുടെ മുഖത്തുണ്ടായിരുന്ന, അതായത് പിതാവിൻ്റെ മുഖത്തുണ്ടായിരുന്ന അതേ ഭാവമാണ് ഇന്ന് ആ സ്ത്രീയുടെ മുഖത്തും ഉണ്ടായിരുന്നത്. ഇസ്ലിയെ ഉസ് ഔറത്ത് കാ ചെഹ്റ ദേഖ്കർ ഉസെ അപ്നി പിതാജി കാ യാദ് ആ ഗയാ. അതായത് ഇന്ന് ആ സ്ത്രീയുടെ മുഖം കണ്ടപ്പോൾ എഴുത്തുകാരന് ആരെയാണ് ഓർമ്മ വന്നത്? പിതാവിനെയാണ് ഓർമ്മ വന്നത്.